നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സത്യം എന്നായാലും പുറത്തു വരും. അത് എത്ര കട്ടിയുള്ള കാർമേഘങ്ങൾ മറച്ചാലും ശരി, സൂര്യൻ ആ മറയെല്ലാം നീക്കി പ്രകാശിക്കുന്നത് പോലെ സത്യം ഒരു നാൾ പുറത്തു വരും. 41 വർഷം മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 4 പതിറ്റാണ്ട് മുമ്പ് നടന്ന ഒരു സംഭവം ഇപ്പോൾ ഈ 4 പതിറ്റാണ്ടായിട്ട് ഭാരതം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു സത്യം. എങ്കിലും അത് അംഗീകരിക്കാൻ തയ്യാറല്ലാതിരുന്നവർ ഇപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് ക്ഷമ ചോദിച്ച് ഖേദം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. മറ്റൊന്നുമല്ല, 1985 സംഭവം. കാനഡയിൽ നിന്ന് പറന്നു പൊങ്ങിയ എയർ ഇന്ത്യയുടെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് 182 എന്ന് പറയുന്ന, അതായത് എംപറർ കനിഷ്ക എന്നു പേരുള്ള ബോയിങ് വിമാനം അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ വെച്ച് പൊട്ടിത്തെറിച്ചു. 329 പേരാണ് അതിൽ യാത്ര ചെയ്തിരുന്നത്. ഇത് 1985 ജൂൺ 23 ഈ സംഭവം. അതായത് ഒരു ബോയിങ് 747 എന്ന വിമാനമാണ് പൊട്ടിത്തെറിച്ചത്. അതിൽ യാത്ര ചെയ്തിരുന്നത് 329 പേരാണ്. 329 പേരും കൊല്ലപ്പെട്ടു എന്നാണ് സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിൽ 268 കനേഡിയൻ പൗരന്മാരുണ്ടായിരുന്നു. ഇന്ത്യക്കാരും ധാരാളം ഉണ്ടായിരുന്നു. ഈ 329 പേരെ, ഇന്ത്യക്കാരടക്കമുള്ളവരെ കൊലപ്പെടുത്തിയത്, ഈ പ്ലെയിനിൽ ബോംബ് വെച്ച്, ഈ ജെറ്റ് വിമാനത്തിൽ ബോംബ് വെച്ച് കൊലപ്പെടുത്തിയത് ഖാലിസ്ഥാനി തീവ്രവാദികളാണ് എന്ന് അന്നു തൊട്ട് ഇന്ത്യ ആരോപിച്ചിരുന്നു. ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ഏജൻസികളും മറ്റ് റോ പോലെയുള്ള വിഭാഗങ്ങളുമൊക്കെ ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് കൃത്യമായി വിവരങ്ങൾ കാനഡയ്ക്ക് കൈമാറിയിരുന്നു. ബബ്ബർ ഖൽസ എന്ന് പറയുന്ന കാനഡയിലും ഇന്ത്യയിലും ഒക്കെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സിഖ് എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻ, അതായത് സിഖ് തീവ്രവാദ സംഘടന, അതാണ് ഈ ബോംബ് സ്ഫോടനത്തിൻ്റെ പിന്നിൽ അവരാണ് പ്രവർത്തിച്ചത് എന്ന് ഇന്ത്യക്കാർ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏജൻസികൾ, ഇന്ത്യ ഔദ്യോഗികമായിട്ട് ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അതായത് 2001 സെപ്റ്റംബർ 11 അമേരിക്കയിലെ ഇരട്ട ഗോപുരം ആക്രമിച്ച ആ സംഭവം അതുവരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു തീവ്രവാദി ആക്രമണമായിട്ട് കരുതപ്പെട്ടിരുന്നത് ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ വെച്ച് എയർ ഇന്ത്യ ഫ്ലൈറ്റ് 182 എംപറർ കനിഷ്ക എന്നു പേരുള്ള ആ ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ച സംഭവത്തെയാണ് അതുവരെ ഒരു വലിയ തീവ്രവാദ ആക്രമണമായി ലോകം കരുതിയിരുന്നത്. എന്നാൽ ഈ തീവ്രവാദ ആക്രമണത്തിന് പുറകിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന് ഔദ്യോഗികമായി പുറത്തുവിടാൻ കാനഡ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഈ 2026 കഴിഞ്ഞ ദിവസം അവർ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നു. ഇന്ത്യ പറയുന്നത് ശരിയാണ്, ഈ എക്സ്ട്രീമിസ്റ്റ് സിഖ് ഓർഗനൈസേഷൻ ആണ് ഇതിൻ്റെ പുറകിൽ, ഈ ബബ്ബർ ഖൽസ എന്നൊക്കെ പേരുള്ള ഈ സിഖ് തീവ്രവാദ സംഘടനയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് കാനഡയുടെ ഔദ്യോഗിക പ്രഖ്യാപനം അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ സംഭവിച്ചിരിക്കുന്നു. കാനഡയുടെ ഒരു ഇൻ്റലിജൻസ് ഏജൻസിയുണ്ട്, കനേഡിയൻ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് സർവീസ്, CSIS. അവർ ഈ വിവരം നേരത്തെ തന്നെ കണ്ടെത്തുകയും കാനഡ ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ നമുക്കറിയാം, ഈ സിഖ് തീവ്രവാദത്തിന് വെള്ളവും വളവും കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചിരുന്ന മുൻ ഗവൺമെൻറ്റുകൾ, കാനഡയിലെ മുൻ ഗവൺമെൻറ്റുകൾ വോട്ട് ബാങ്ക് മുൻനിർത്തി ഈ വിവരം പുറത്തുവിടാതെ രഹസ്യമാക്കി സൂക്ഷിച്ചിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ട് ഇത് പുറത്തു വന്നു? അവിടെയാണ് നമ്മൾ നരേന്ദ്രമോദിയുടെ നയതന്ത്രത്തിൻ്റെ കരുത്തും അതിൻ്റെ ഭംഗിയും ഒക്കെ മനസ്സിലാക്കേണ്ടത്. നിരന്തരം നമ്മുടെ രാജ്യത്തെ മുൻ പ്രധാനമന്ത്രിമാരടക്കമുള്ളവർ, 85 നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് രാജീവ് ഗാന്ധിയാണ്. എന്തിനാണ് ഈ വിമാനം ഇങ്ങനെ ബോംബ് വെച്ച് പൊട്ടിത്തെറിപ്പിച്ചത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്ദിരാഗാന്ധിയുടെ മരണവും അതിനെ തുടർന്നുണ്ടായ സിഖ് വംശഹത്യയും ഒക്കെ നമുക്ക് അറിയുന്നതാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സംഭവം നടന്നത് എന്ന് വ്യക്തമാണ്.
അതിനി പ്രത്യേകിച്ച് സ്പെക്കുലേഷനൊന്നും ആവശ്യമില്ല. തെളിവുകളെല്ലാം അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ പിന്നീട് കടലിൽ നിന്ന് കാനഡയ്ക്ക് ലഭിച്ചിരുന്നു. എന്തായാലും ഈ പറഞ്ഞതുപോലെ സിഖ് തീവ്രവാദികൾ നടത്തിയ ഈ ആക്രമണത്തെ, ഈ ബോംബ് സ്ഫോടനത്തെ ഇന്ത്യയിലെ മുൻ പ്രധാനമന്ത്രിമാരെല്ലാം തെളിവ് സഹിതം കാനഡ ഗവൺമെൻറ്റിന് മുന്നിൽ നിരത്തിയിരുന്നു. പക്ഷേ അവർ ഒരിക്കലും അത് സമ്മതിച്ചില്ല. എന്നാൽ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലിൻ്റെ ഫലമായി, അല്ലെങ്കിൽ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ശക്തമായ ഇടപെടലിൻ്റെ ഫലമായിട്ട് കാനഡ ഗവൺമെൻറ് ഔദ്യോഗികമായി ആ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. സിഖ് തീവ്രവാദ സംഘടനയാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി ലഭിച്ച തെളിവുകളെല്ലാം വളരെ കൃത്യമാണ്. അത് ഒരിക്കലും നിരപരാധികളെ ക്രൂശിക്കാനോ നിരപരാധികളെ കേസിൽപ്പെടുത്താനോ ഒന്നും വേണ്ടിയിട്ടല്ല. വളരെ സത്യസന്ധമായി അന്വേഷിച്ച് വിവരങ്ങൾ ശേഖരിച്ച് നമ്മൾ കനേഡിയൻ ഗവൺമെൻറ്റിന് കൈമാറിയിരുന്നു. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിഖ് സമൂഹം കൂട്ടം കൂട്ടമായിട്ട് തിങ്ങിപ്പാർക്കുന്ന ഒരു നാടാണ് കാനഡ. കാനഡയിൽ നമുക്കറിയാം ഭൂപ്രദേശം വളരെ വിസ്തൃതമാണ്, എന്നാൽ ജനസംഖ്യ വളരെ കുറവും. അതുകൊണ്ട് തന്നെ അവർ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. മനുഷ്യരുണ്ടെങ്കിലല്ലേ നാട് ഭരിക്കാനും മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അവർ കുടിയേറ്റത്തെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു. സിഖ് വംശജർ ധാരാളം അവിടേക്ക് കുടിയേറിയിട്ടുണ്ട്. ഇപ്പോൾ മലയാളികളും കുടിയേറുന്നുണ്ട് കാനഡയിലേക്ക്. അങ്ങനെ സിഖ് വംശജർ, കുടിയേറിയ സിഖ് വംശജർ അവരുടെ ആ മതപരമായ ഐഡൻറ്റിറ്റിയൊക്കെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയി. അവരിലൊരു വിഭാഗമാണ് ഈ തീവ്രവാദ സംഘടനയ്ക്ക് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും അതിന് വലിയ രീതിയിൽ പണമൊഴുക്കുകയും ഒക്കെ ചെയ്തത്. ഇതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഈ സ്ഫോടനം നടന്നത്. ഇതൊക്കെ നമ്മുടെ ഗവൺമെൻറ് വളരെ കൃത്യമായി വിവരങ്ങൾ അവരെ ധരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കാനഡയിലുണ്ടായ ഭരണമാറ്റവും അത് ഇന്ത്യക്ക് അനുകൂലമായ രീതിയിൽ വരികയും ഒക്കെ ചെയ്തതോടെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകും എന്ന് നമ്മുടെ ഗവൺമെൻറ് പ്രതീക്ഷിച്ചിരുന്നു. അത് ഒരല്പം വൈകിയാണെങ്കിലും നീണ്ട 41 വർഷം എടുത്തു ഇതേക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം വെളിപ്പെടുത്താൻ എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. അങ്ങനെ 41 വർഷത്തിന് ശേഷം കനേഡിയൻ ഗവൺമെൻറ് ഔദ്യോഗികമായി തന്നെ പറഞ്ഞിരിക്കുന്നു, ഇതാ ഇന്ന തീവ്രവാദ സംഘടനയാണ്, സിഖ് തീവ്രവാദ സംഘടനയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത്, ഞങ്ങൾക്ക് വലിയ ഖേദമുണ്ട്, ഇത്രയും കാലം ഇത് ഞങ്ങൾക്ക് പുറത്തുവിടാൻ സാധിച്ചില്ല തുടങ്ങിയ വെളിപ്പെടുത്തലൊക്കെ ഇതിൻ്റെ ഭാഗമായി നടന്നിരിക്കുന്നു. എന്തായാലും നരേന്ദ്രമോദിയുടെ ഭരണ നൈപുണ്യം, അദ്ദേഹത്തിൻ്റെ നയതന്ത്ര വൈദഗ്ധ്യം, അദ്ദേഹത്തിൻ്റെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ, അതായത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന NDA സർക്കാരിൻ്റെ നയതന്ത്ര വിജയം കൂടിയാണ് ഈ ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഭാരതത്തിൻ്റെ ആവശ്യങ്ങളോട് മുഖം തിരിക്കാതെ ന്യായമായി അത് സഹകരിക്കുന്നു, അതിനോട് സഹകരിക്കുന്നു. ഭാരതം ആവശ്യപ്പെടുന്ന തരത്തിൽ, അത് കുറ്റവാളികളെ കൈമാറുന്ന കാര്യത്തിലാകട്ടെ, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിലാകട്ടെ, ഇതുപോലെയുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതിലാകട്ടെ ഒക്കെ അവർ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കേവലം കാനഡ മാത്രമല്ല, ഒട്ടുമിക്ക ലോകരാഷ്ട്രങ്ങളും ഇന്ന് ഭാരതത്തിനോട് ഇടപെടുന്നത് ഇങ്ങനെയാണ്. ഭാരതം ഒരു വലിയ ആഗോള ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്. പണ്ടൊക്കെ നമ്മളിത് പറയുമ്പോൾ ഈ കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കുന്നത് പോലെയാണ്. ഇത് ബധിരകർണങ്ങളിലാണ് പതിച്ചിരുന്നത്. കാനഡയൊന്നും ഇത് മൈൻഡ് ചെയ്തിരുന്നില്ല. ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നോക്കൂ, ഇത്രയധികം റിസോഴ്സസ് ഉള്ള, ഇത്ര ജനസംഖ്യയുള്ള ഒരു വലിയ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ട് പോലും, പ്രധാനമന്ത്രിമാർ ആവശ്യപ്പെട്ടിട്ട് പോലും കാനഡ കുലുങ്ങിയില്ല. അവിടുത്തെ ഭരണാധികാരികൾ രാഷ്ട്രീയം കളിച്ചു. അവർ അതിനകത്ത് ഒരു നടപടിയും സ്വീകരിച്ചില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ജസ്റ്റിൻ ട്രൂഡോയുടെ കഥയൊക്കെ ഞാൻ ഇനി വിശദീകരിക്കേണ്ടല്ലോ. ട്രൂഡോ എങ്ങനെയാണ് പുറത്തു പോയതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്തായാലും ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ശ്രവിക്കാൻ
അത് അനുസരിക്കാൻ ഒക്കെ ലോകം കാത്തിരിക്കുന്നു. ലോകരാഷ്ട്ര തലവന്മാർ അതിനുവേണ്ടി ചെവിയോർക്കുന്നു. അവർ ആ വാക്കുകൾ പൂർണ്ണമായിട്ടും നടപ്പാക്കാൻ, അനുസരിക്കാൻ ഒക്കെ സ്വമേധയാ തയ്യാറായി മുന്നോട്ട് വരുന്നു. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്തും ശക്തിയും വളർച്ചയും ഒക്കെ വിളിച്ചോതുന്നു. എന്തായാലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേട്ടങ്ങളുടെ പട്ടികയിൽ ഒരു പൊൻതൂവൽ കൂടി അണിയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത്.